ഹലോ എവ്രി വൺ, ബെറ്റർ എംപ്ലോയ് പ്രസന്റ് ചെയ്യുന്ന ബെറ്റർ എംപ്ലോയ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജൂനിയർ സ്റ്റുഡൻസുമായിട്ട് കോഴിക്കോട് ട്രേഡ് സിറ്റിയിൽ വെച്ച് നടക്കുന്ന ഓൾ കേരള ലെൻസ് ഫെഡ് അസോസിയേഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന ബിൽഡ് എക്സ്പോ പ്രദർശനത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ബാക്കി അവിടുത്തെ ഡീറ്റെയിൽസുമായി കാണാം. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടൈം കുറച്ചൊന്ന് ഡിലേ ആയിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം ഒരു സ്റ്റുഡന്റിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഒരു പരിപാടി കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പങ്ക്ച്വാലിറ്റി ആണ്. ആ സമയത്തിന് ഇവർ എത്തിയിട്ടില്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഓന ആദ്യം ചെയ്യേണ്ടത് വണ്ടി കരിക്ക് ആദ്യം പിടിച്ചു. അതാണ് ആദ്യത്തെ പണി. എന്നിട്ടേ നമ്മള് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇയാളാണല്ലോ കോടതി അല്ലേ സാറേ? കാര്യം പറഞ്ഞേക്കാം. നമ്മള് ട്രേഡ് സെന്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്ന് കാണാം. സോ ഫൈനലി നമ്മൾ ട്രേഡ് സെന്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് നേരെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരാം. സോ ഫൈനലി നമ്മൾ ട്രേഡ് സെന്ററിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. സോ നമുക്ക് ഒരു നോട്ടീസൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ ഇവരുടെ ചാർട്ടും പ്രോഗ്രാം ചാർട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഓരോ സ്റ്റാളിൽ കയറിയിട്ട് നോക്കി നോക്കാം. അപ്പോൾ ഈ സൈഡിലായിട്ട് ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല ബേസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് മെറ്റീരിയൽസ് നിന്നൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചെയറും ടേബിളും കാര്യങ്ങളൊക്കെ. സോ ജസ്റ്റ് ഒന്ന് നോക്കുന്നു. എന്താ ഇവിടുന്ന് മനസ്സിലായത്? എന്താ ചോദിച്ചു നോക്കണം. അപ്പോ എന്താണ് കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെട്ട കാര്യങ്ങളാണ്. അവര് പരിചയപ്പെടാത്ത പ്രൊഡക്റ്റുകൾ കാര്യങ്ങൾ പരിചയപ്പെടാൻ പറ്റുന്നു. പിന്നെ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരി. ഇത് കണ്ടപ്പോ എന്തൊക്കെ തോന്നിയത്? ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താ പറയും?
ഒക്കെ പഠിച്ചല്ലേ അവര്? ആ സാധനങ്ങൾ വെക്കാം, ആ ഒരുപാട് സ്പേസ് ഉണ്ട്, ആ പിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കാണാൻ നല്ല ഭംഗി. അല്ല അപ്പൊ നിങ്ങൾ ഇനി ഇന്റീരിയർ ഡിസൈനേഴ്സ് ആവുമ്പോ ഇതേ മോഡലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ചെയ്യും? അപ്പൊ ഇവരെ ഹെൽപ്പ് ചെയ്യോ? മീൻസ് ഹെൽപ്പ് ചോദിക്കോ? ആ അപ്പൊ കോൺട്രാക്ട് കിട്ടിട്ടോ നിങ്ങൾക്ക്? അപ്പോ ഏകദേശം നമ്മൾ എല്ലാ സ്റ്റാളും കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ സ്റ്റാളിലും കണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് സ്റ്റുഡൻസുമായിട്ടൊന്ന് അവരുടെ റിവ്യൂ ഒക്കെ എന്താന്നുള്ളത് നമുക്ക് എടുക്കാം. സോ നമ്മുടെ സ്റ്റുഡൻസിനോട് തന്നെ നേരിട്ട് ചോദിച്ചു നോക്കാം എങ്ങനെയായിരുന്നു അവരുടെ എക്സ്പോയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പോ? എക്സ്പോ അടിപൊളിയായിരുന്നു. നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും ഇപ്പൊ ഞാൻ ഇതുവരെ കാണാത്ത കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കുറെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് അറിയാൻ പറ്റി. ഇപ്പോൾ നിങ്ങൾ ഇന്റീരിയർ സ്റ്റുഡൻസ് ആണ്, അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ചിലപ്പോൾ സ്ക്രീനിൽ ആ ഫോട്ടോസ് മാത്രമായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അതിനൊക്കെ ഡയറക്റ്റ് കണ്ടപ്പോൾ ഉള്ള ഒരു ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ക്ലാസ്സിൽ പറയുമ്പോൾ പറയുന്നതിന്റെ ആ ഒരു ഇതല്ലേ ഉണ്ടാവും. ഇവിടെ വന്നപ്പോൾ കുറെ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഇവിടെ വന്നിട്ട് ഭയങ്കര വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. പുതിയ മെറ്റീരിയൽസിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. ഈ ഒരു ബിൽഡ് എക്സ്പോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോ റിഫാദ് ഇന്നൊക്കെ ഒഴിവാക്കി വന്നതാണ്, എന്താണ് അതിന്റെ റീസൺ? റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ സാങ്കേതികതയുടെ വളരെ മികച്ച ഒരു തലത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. കോഴിക്കോടിനെ പറ്റി കോഴിക്കോടിനെ പറ്റിട്ട് അൻസാജിന്റെ കോഴിക്കോട് പറഞ്ഞ കല്ലിപ്പിലെ തേനോടുകൾ പോയി ആ അതെ പിന്നെ കിട്ടായി തെരുവുള്ള കോഴിക്കോട്. കോഴിക്കോട് പറഞ്ഞ നമ്മളെല്ലാരും വരുന്നത് എന്താണ് അതിന്റെ ഉള്ളിലൊക്കെ?